തൊഴിൽ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ, അവരുടെ പേര് സീത എന്നാണെങ്കിൽ നിങ്ങൾ അവർ വെടിവെച്ചുള്ളൂ. RSSകാർക്ക് നേരം വെളുക്കുമ്പോഴല്ല മനുഷ്യർക്ക് നേരം വെളുക്കുന്നത്. ആ മനുഷ്യർ പരശുരാമന്റെ പേരിട്ട വണ്ടിയിൽ മൂത്രമൊഴിക്കുന്നു, കക്കൂസ് പോകുന്നു, തല്ലുകൂടുന്നു, പോക്കറ്റ് അടിക്കുന്നു, തുപ്പുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഇനി ആ പേര് മാറ്റാൻ പറ്റുമോ? അമൃത എക്സ്പ്രസ് എന്നാ വേറൊരു വണ്ടിയുടെ പേര്. പരശുരാം എക്സ്പ്രസ് പോകുന്ന വഴി കൂടെ ഇനി നിസാമുദ്ദീൻ എക്സ്പ്രസ് പോകരുതെന്ന് പറയാൻ പറ്റുമോ? വലിയ പ്രശ്നം ഒരു സിംഹത്തിന് സീതയുടെ പേരിട്ടതല്ല. സീത എന്നൊക്കെയുള്ള പേര് എന്റെ വീട്ടിൽ പൂച്ചയ്ക്കിടണോ, പട്ടിക്കിടണോ, സിംഹത്തിനിടണോ എന്നൊക്കെ നമ്മളാ തീരുമാനിക്കുന്നത്, അല്ലാതെ RSSകാരല്ല തീരുമാനിക്കുന്നത്. സീത എന്ന് പറയുന്നത് RSSകാരന്റെ പേരുമല്ല. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന് പറഞ്ഞ് ആനക്കിടാം, കർണൻ എന്നിടാം, അർജുനൻ എന്നിടാം. അതൊക്കെ അമ്പലത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. ജ്വല്ലറി പരസ്യങ്ങൾക്കും തടിയെടുക്കാനും മറ്റും കൊണ്ടുപോകുന്ന ആനകൾക്കൊക്കെ ഇവിടുത്തെ പേരെന്താ? വേറെ എന്തെങ്കിലും പേരാണോ? എല്ലാ പേരും ഈ ഹിന്ദു പേരിട്ട് ആനകളെ തന്നെ കൊണ്ടുപോകുന്നത്. ഇടം വലം 4 പാപ്പാന്മാരിൽ നിന്ന് 4 കാലും അടിച്ചാണ് ഈ തെച്ചിക്കോട്ട് രാമേന്ദ്രനെയൊക്കെ ചട്ടം പഠിപ്പിക്കുന്നത്. അപ്പോ ശ്രീരാമചന്ദ്ര പ്രഭോ, ജഗന്നാഥ, അങ്ങേ ഞങ്ങൾ തല്ലില്ല എന്നാണോ പറയുന്നത്? നിരന്തരം ദൈവത്തിന്റെ പേരിട്ട് തല്ലുന്ന പരിപാടിയല്ല കാണിക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, ഇത് കരടിയുമായിട്ട് ചെസ് കളിക്കുന്ന പോലെയാ. അസംബന്ധമാണ് പറയുന്നത്. അസംബന്ധത്തിനോട് ഡിബേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ അസംബന്ധം ഇങ്ങനെ പറയുന്നതിൽ അവർക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ് അത്? രാജ്യത്ത് നിലനിൽക്കുന്ന ജൈവമായ ഓർഗാനിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഡിബേറ്റിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത്.